നമ്മുടെ ചെമ്പനീർ പൂവ് വളരെ സംഘർഷഭരിതമായ മുഹൂർത്തങ്ങളാട്ടോ ഇന്നത്തെ എപ്പിസോഡ്. എന്തെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരു പോലീസ് നമ്മുടെ അമ്പലത്തിൽ ചെന്ന് അവർ രജിസ്റ്റർ ഒക്കെ ആയിട്ടാണ് വരുന്നത്. നമ്മുടെ ശ്രീകാന്തിന്റെയും വർഷയുടെയും വിവാഹം കഴിഞ്ഞു എന്നുള്ള തെളിവുകൾ ഉൾപ്പെടെ അവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പം നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ സച്ചിയും കൂടി നിൽക്കുമ്പോഴാണ് നമ്മുടെ പോലീസ് പറയുന്നത് ഇതിൽ സാക്ഷിയായി ഒപ്പിട്ടിരിക്കുന്നത് രേവതിയാണെന്ന്. അതോടുകൂടി എൻ്റെ പൊന്നോ, നമ്മുടെ രേവതിയെ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ സച്ചി അടിച്ചിറക്കുന്നുണ്ട്. എന്നെയും അച്ഛനെയും ചതിച്ച നീ ഇനി എൻ്റെ കൺമുമ്പിൽ വന്നു പോകരുത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ട്. അപ്പുറത്താണെങ്കിലും മധുവിധു ആഘോഷിക്കുന്ന ശ്രീകാന്തും വർഷയും. അതേ പ്രേക്ഷകർ, ശ്രീകാന്തും വർഷയും ഒരു കൊടും ചതി തന്നെയാട്ടോ നമ്മുടെ രേവതിയുടെ അടുത്ത് ചെയ്തത്. ശ്രീകാന്തിന് എന്തായാലും നല്ലോണം അറിയാം നമ്മുടെ ചേട്ടൻ്റെ സച്ചിയുടെ സ്വഭാവം. ഇതിലെ രേവതിയാണ് കൂട്ടുന്നതെന്ന് അറിഞ്ഞാൽ തങ്ങളുടെ കുടുംബത്തെ ചതിച്ച രേവതിയെ സച്ചി ഒരിക്കലും അംഗീകരിക്കില്ല. അത്രയും അറിഞ്ഞിട്ട് പോലും നമ്മുടെ ശ്രീകാന്ത് സ്വന്തം സുഖത്തിനും ജീവിതത്തിനും വേണ്ടി നമ്മുടെ രേവതിയുടെ ആ ഒരു ജീവിതം ബലി കൊടുക്കുക തന്നെയായിരുന്നു ചെയ്തത്. നമ്മുടെ ശ്രീകാന്ത് ഭയങ്കര കൊടുംചതി തന്നെ ചെയ്തു പോയത്. ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ രേവതി കരഞ്ഞ് കാല് പിടിക്കുന്നുണ്ട് നമ്മുടെ സച്ചിയുടെ. പക്ഷേ സച്ചിക്ക് ഒരു കുലുക്കവുമില്ല. എൻ്റെ വീട്ടിലേക്ക് വന്നു പോകരുതെന്ന് 100% ഉറപ്പിൽ നമ്മുടെ സച്ചി പറയുന്നുണ്ട്. കാറിൽ ഇങ്ങനെ സച്ചി ഇങ്ങനെ കയറി കഴിഞ്ഞ് നമ്മുടെ രേവതി ഇങ്ങനെ കയറാൻ പോകുമ്പോൾ കാറ് സ്പീഡിൽ നമ്മുടെ സച്ചി എടുത്തോട്ട് പോവുകയും നമ്മുടെ കാറിൻ്റെ പുറകെ രേവതി ഓടുകയും രേവതി അവിടെ ഇരുന്ന് പൊട്ടി കരയുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകരെ നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. അതിനുശേഷം അതിനിടയിലുണ്ടല്ലോ നമ്മുടെ രവീന്ദ്രൻ നമ്മുടെ ജയിലിനുള്ളിൽ കിടക്കുവാണല്ലോ അദ്ദേഹം. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പുറത്തിരുന്ന ആ ഒരു ജയിലിന് പുറത്തിരുന്ന് ഇങ്ങനെ ഭക്ഷണമൊക്കെ ഊട്ടി കൊടുക്കുന്നതും വെള്ളം കുടിപ്പിക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ വളരെയേറെ നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരു പ്രൊമോയും എപ്പിസോഡുകൾ തന്നെയാട്ടോ വരാൻ പോകുന്നത്. ഇനി നമ്മുടെ രേവതിയും സച്ചിയും ഒന്നിക്കുമോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്ന ആ ഒരു മുഹൂർത്തങ്ങൾ തന്നെയാണ് ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.